ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ ഡിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെയും സുഹൃത്ത് ശ്രീകൃഷ്ണനെയും SIT ചോദ്യം ചെയ്യുകയാണ്. വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷീജ, ഡയമണ്ട് മണിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളി ശ്രീകൃഷ്ണനെയുമാണ് ഇപ്പോൾ SIT ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സമാനമായ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ, കാരണം സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗ്യാങ് തന്നെ ഇതിന് പിറകിലുണ്ട് എന്നുള്ള ഒരു വസ്തുതയിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് SIT എത്തിച്ചേരുന്നുണ്ടോ? തീർച്ചയായും വിനിഷ, അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഇനിയും നിരവധി കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് SITയുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിൽ ഏതായാലും ഈ വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിൽ ഡി മണിയുടെയും അതോടൊപ്പം തന്നെ ഈ ഡി മണിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീകൃഷ്ണന്റെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. SITയുടെ 2 സംഘം അവിടെ ചെന്നൈയിലും ദിണ്ടിഗലുമായി കേന്ദ്രീകരിച്ചാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ എങ്കിൽ പോലും ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണമോഷണം അതുമായി ഇവർക്ക് ബന്ധമുണ്ടോ, ഇവർ അടങ്ങുന്ന ഈ ഒരു റാക്കറ്റ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ രീതിയിൽ ഈ ചോദ്യം ചെയ്യലിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ ചെന്നൈയിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റൊരു പ്രതിയായിട്ടുള്ള സുധീഷ് കുമാറിനെയും കഴിഞ്ഞ ദിവസം SITയുടെ അന്വേഷണ തലവനായിട്ടുള്ള SP-യുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ജയിലിലെത്തി ഇവർ 2 പേരെയും ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വിവരം വെച്ചുകൊണ്ട് ചെന്നൈയിലും ദിണ്ടിഗലിലുമായി നടക്കുന്ന ചോദ്യം ചെയ്യലിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക, ആ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഷീജ, ഏതായാലും സമഗ്രമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അറസ്റ്റിലായവരെയും കൂടുതൽ ചോദ്യം ചെയ്ത കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ട്, കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരാനുമുണ്ട്.